തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിയുടെ മരണത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വേണുവിനെ തറയിൽ കിടത്തിയാണ് ചികിത്സിച്ചതെന്നും പ്രാകൃതമായ നിലവാരത്തിലുള്ള ചികിത്സയാണ് നൽകിയതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, വളരെ കൃത്യമായൊരു നിരീക്ഷണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ. പലപ്പോഴും മാർക്കറ്റുകളിൽ മത്സ്യം അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അവിടുത്തെ രോഗികൾ മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിലും കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വേണുവിന്റെ മരണവുമായി വളരെ നിർണായകമായൊരു നിരീക്ഷണം, ഒരു കണ്ടെത്തലാണ് ഹാരിസ് ചിറക്കൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ തറയിൽ കിടത്തി ചികിത്സിച്ചു. മാത്രമല്ല, വേണ്ടത്ര ചികിത്സ നൽകിയില്ല. പ്രാകൃത ചികിത്സയാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലേ? ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് പിന്നിൽ എന്താണ് വാസ്തവം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വീണ? അശ്വതി, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മലയാളികൾ മറക്കാൻ കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിലെ വിഷയങ്ങൾ വാസ്തവം മെഡിക്കൽ കോളേജിൽ അടക്കം നടക്കുന്ന ഈ രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒപ്പം തന്നെ ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ആരോഗ്യ വകുപ്പും സർക്കാരും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന പല സാഹചര്യങ്ങളും കണ്ടിരുന്നു. ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു നിർണായക പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ ഹൃദ്രോഗി, അതായത് കൃത്യമായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. ആ മരണത്തിന് കീഴടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമായി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് തന്നെയാണ് പറയുന്നത്. രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് നാടാകെ മെഡിക്കൽ കോളേജ് ആശുപത്രി തുറന്നിട്ടൊന്നും കാര്യമില്ല. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധി രോഗികളാണ് എത്തുന്നത്. എന്നാൽ ആ എത്തുന്ന രോഗികൾക്ക് കൃത്യമായിട്ട് ചികിത്സ നൽകുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, കിടക്കകൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ കിടക്കകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ തറയിൽ കിടത്തുകയാണ് ചെയ്യുന്നത്. ഈ തറയിൽ കിടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് ചികിത്സ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം നാട്ടിൽ വർദ്ധിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ എത്തുന്ന രോഗികൾക്ക് വേണ്ട അടിസ്ഥാന ചികിത്സാ സൗകര്യം അത് ഒരുക്കുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകണം എന്നുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ആധുനിക സംസ്കാരത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തറയിൽ കിടത്തി ചികിത്സിക്കാൻ കഴിയുക എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് പ്രാകൃത നിലവാരമാണെന്നും അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യം ആരോഗ്യ വകുപ്പ് മന്ത്രിയടക്കം പലതവണ നിയമസഭയിലടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച് ലോകത്ത് വലിയ മതിപ്പാണെന്നും മറ്റു സംസ്ഥാനങ്ങളടക്കം അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്നടക്കം ആരോഗ്യമന്ത്രി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള മന്ത്രിയുടെ അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇത്രത്തോളം വികസിതമാണെങ്കിൽ, നമ്മുടെ ആരോഗ്യരംഗം ഇത്രത്തോളം വികസിതമാണെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രിമാർ ഇപ്പോഴും ഒരു ചെറിയ തലവേദന വന്നാൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നത്? മാത്രമല്ല, വേണുവിനെ പോലെ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർ എവിടേക്കാണ് പോകേണ്ടത്? അദ്ദേഹത്തിന്റെ അവസാന ഓഡിയോ സന്ദേശം നാം എല്ലാവരും വേദനയോടെയാണ് കേട്ടത്. അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് അയച്ച ഓഡിയോ സന്ദേശമാണിത്. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. ആരോഗ്യ രംഗം വളരെ മികവാർന്നതാണ്, നമ്പർ 1 ആണെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരടക്കം, എല്ലാ മന്ത്രിമാരടക്കം പറയുന്നത്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പലതരത്തിലുള്ള സത്യാവസ്ഥകൾ പുറത്തു വരുമ്പോഴും, ഇത്തരം തുറന്ന പറച്ചിലുകൾ വരുമ്പോഴും വിമർശിക്കുകയാണ്. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങളെ വിമർശിക്കുകയും ഖണ്ഡിച്ചുള്ള മറുപടികൾ പറയുകയും ആ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വസ്തുതകൾ തെറ്റാണെന്ന് തിരുത്തുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കിടെ ജീവൻ പൊലിഞ്ഞ വേണുവിന്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം പുറം ലോകം മനസ്സിലാക്കി. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലെത്തുന്ന നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു രോഗിക്ക്, 2 രോഗികൾക്ക് ഒരു കിടക്കയിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, കിടക്കകളുടെ അഭാവം, ചികിത്സ കൃത്യസമയത്ത് കിട്ടാത്തൊരവസ്ഥ, അതുമൂലം രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മെഡിക്കൽ പരിശോധനകൾക്ക്, അതുപോലെ ഗുരുതര അവസ്ഥയിലുള്ള രോഗികളെ പരിപാലനം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഈ മറ്റ് ജീവനക്കാരുടെ, ഡോക്ടർ അല്ലാത്ത മറ്റു ജീവനക്കാരുടെ മോശം സ്വഭാവങ്ങൾ, അടിസ്ഥാന സൗകര്യമില്ലായ്മ, ഇതൊക്കെ പലതവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജനം TV അടക്കം ഇത്തരത്തിലുള്ള
തരത്തിലുള്ള വാർത്തകൾ നിരവധി തവണ സംപ്രേഷണം ചെയ്തിട്ടുള്ളതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായിരിക്കുന്നത്. അതായത് നമുക്കറിയാം, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകുന്നു, പുതിയ മെഡിക്കൽ കോളേജുകളടക്കം സംസ്ഥാനത്ത് ആരംഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ചികിത്സയ്ക്കായിട്ട് ഭരണസിരാകേന്ദ്രം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് തിരുവനന്തപുരത്താണ് എപ്പോഴും മന്ത്രിമാരുണ്ടാവുക. ആ സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള പല സ്വകാര്യ ആശുപത്രികളെ സ്വീകരിക്കുന്ന അത് തന്നെയാണ് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിയുടെ മരണത്തിൽ എന്തായാലും രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. വേണുവിനെ തറയിൽ കിടത്തിയാണ് ചികിത്സിച്ചത്, പ്രാകൃതമായ നിലവാരത്തിലുള്ള ചികിത്സയാണ് നൽകിയതെന്നുമാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്.